എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെസഹ അപ്പവും പാലുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഇണ്ടരിയപ്പവും കൽത്തപ്പവും ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1/2 കിലോ ശർക്കര ഉരുക്കി പാനി റെഡിയാക്കണം. 3 കപ്പ് രണ്ടാം പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി 3-ാം പാലിൽ കലക്കിയത് ഒഴിക്കണം. നന്നായി ഇളക്കിയ ശേഷം പാനിയും ഇതിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും സിനമൺ പൗഡറും ജീരകവും ഏലക്കയും മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇനി മീഡിയം തീയിൽ വെച്ച് നല്ലവണ്ണം ഇളക്കി കുറുക്കിയെടുക്കാം. കുറുകി വരുമ്പോൾ 2.5 കപ്പ് തലപ്പാലും ചേർക്കാം. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസ് മിക്സും അല്പം ഉപ്പും ചേർക്കാം. പാകത്തിന് കുറുകി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ചുമന്നുള്ളി, 3-4 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് ഉഴുന്ന് നന്നായി അരച്ചെടുക്കണം. കുതിർത്ത 1.5 കപ്പ് പച്ചരി 3-ാം പാല് ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇനി നന്നായി ഇളക്കി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും ഇതിലേക്ക് ചേർക്കാം. ഇനി അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം ഇണ്ടരിയപ്പം ഉണ്ടാക്കാം. വെളിച്ചെണ്ണ തടവിയ പാത്രത്തിൽ മാവ് ഒഴിച്ച് കുരുത്തോല കുരിശും വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി കലത്തപ്പത്തിന് തേങ്ങാക്കൊത്തും ഉള്ളിയും വറുത്തെടുക്കാം. പകുതി മാവിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 തവി മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചും ബ്രൗൺ ആവുന്നത് വരെ ചുട്ടെടുക്കണം. ഇപ്പൊ നമ്മുടെ കൽത്തപ്പവും ഇണ്ടരിയപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പെസഹ ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു.